ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ വിശ്വവിഖ്യാതമായ കൃതിയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ 9ാമത്തെയും അവസാനത്തേതുമായ രാഷ്ട്രീയ ജയിൽവാസ കാലമായ 1944 ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ അഹമ്മദ് നഗർ ഫോർട്ട് ജയിലിൽ വെച്ച് അദ്ദേഹം രചിച്ചതാണ് ഈ കൃതി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു രാജ്യസ്നേഹിയുടെ ഭാരതീയ ദർശനം എന്നീ കൃതിയെ വിശേഷിപ്പിക്കാം. ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ ആധുനിക ആവിഷ്കരണമാണ് ഈ കൃതി. ചിതറിയ ചരിത്ര വസ്തുതകളെ നെഹ്റുവിന്റെ വ്യക്തിപരമായ അനുഭവ സമ്പത്തിനോട് ചേർത്ത് വെച്ചുള്ള ആവിഷ്കരണമാണ് വായനക്കാർക്ക് ഈ കൃതിയിൽ കാണുവാൻ സാധിക്കുന്നത്. അതിപുരാതന ഭാരതീയ ചരിത്രം മുതൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അവസാന കാലം വരെയുള്ള ഇന്ത്യൻ ചരിത്രം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഭാരതീയ പുരാതന കൃതികളായ ഉപനിഷത്തുകൾ, വേദങ്ങൾ തുടങ്ങിയവയും സിന്ധു നദീതട നാഗരികതയുടെ സവിശേഷതകളും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. തന്റെ കൂടെ ജയിൽവാസം അനുഷ്ഠിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ്, നരേന്ദ്രദേവ് തുടങ്ങിയവരുടെ സംഭാവനകളും അദ്ദേഹം ഈ കൃതിയിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയെ മനസ്സിലാക്കാൻ വളരെ സഹായകമായ ഒരു നല്ലൊരു പുസ്തകമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇത് വളരെ സുന്ദരവും ലളിതവുമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഒരിക്കലെങ്കിലും ഈ പുസ്തകം വായിക്കണം. വിദ്യാർത്ഥികൾ ഇത് വായിക്കണമെന്നാണ് എന്റെ അഭിപ്രായം.